അങ്ങ് എന്തിനാണ് അദാനിയുമായി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പുമായി ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയതെന്നൊരു ചോദ്യം, ഇന്നൊരു കാലി ചോദ്യം അതിനുശേഷം നടന്ന പത്രസമ്മേളനങ്ങളൊന്നും ചോദിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. പ്രിയപ്പെട്ട അദാനിക്ക് വേണ്ടിയുള്ള മാധ്യമങ്ങളുടെ കവചം. കഴിഞ്ഞ ആഴ്ചയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വീടുകളിൽ നടന്ന ED റെയ്ഡ്. സ്വാഭാവികമായി ഒട്ടുമിക്ക മാധ്യമങ്ങളും CPIM-നെയും വിശേഷിച്ച പിണറായി വിജയനൊക്കെ ആക്രമിക്കുന്ന രീതിയിലാണ് വാർത്തകൾ ചെയ്തത്. വാരവിചാരത്തിന് ഈ വിഷയത്തിൽ 3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആദ്യത്തെ കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം പറയാം. ഏത് തരത്തിലുള്ള മൈനിങ്ങും അല്ലെങ്കിൽ ഖനനവും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാതെ പൊതുമേഖലയ്ക്ക് കൊടുക്കണമെന്നും അല്ലെങ്കിൽ സർക്കാരുകൾ അത് ഏറ്റെടുത്ത് ചെയ്യണമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ വിശിഷ്യ ഇന്ത്യയിലെ CPIM, CPI പോലുള്ള പാർട്ടികളുടെ കാലാകാലങ്ങളായിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ ഇടത് പാർട്ടികൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും വെള്ളം ചേർത്തതായിട്ടോ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു നിലപാട് ഇടത് പാർട്ടികൾ സ്വീകരിച്ചായിട്ടോ നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നുമില്ല. പക്ഷെ വിഷയം അത് മാത്രമല്ല. അഴിമതി കേസുകളിൽ വിവാദ കഥാപാത്രമായ ആലപ്പാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇല്ലീഗൽ മൈനിങ് നടത്തിയെന്ന് കുപ്രസിദ്ധിയുള്ള മൊത്തത്തിൽ ഒരു ഷെയ്ഡി ഔട്ട്ലുക്കുള്ള കരിമണൽ കർത്ത എന്നറിയപ്പെടുന്നയാളുടെ CMRL എന്ന കമ്പനിയുമായി അത് എന്ത് തരത്തിലുള്ള കോൺട്രാക്ട് ആയാലും എന്തുകൊണ്ട് ശ്രീമതി വീണ അല്ലെങ്കിൽ വീണയെ പോലൊരാൾ ബിസിനസ് ബന്ധം ഉണ്ടാക്കി എന്ന ചോദ്യം തീർത്തും പ്രസക്തമാണ്. ആ ചോദ്യത്തിന് ശ്രീമതി വീണ ടി കൃത്യമായ മറുപടിയും പറയേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, 15 വർഷത്തിനിടയിൽ CMRL എന്ന കമ്പനി പണം കൊടുത്തത് നിരവധി പേർക്കാണ്. നിലവിലെ വ്യവസായ മന്ത്രിയായ ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കും ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കും ഉൾപ്പെടെ കോടികളാണ് ഈ കമ്പനിയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനായിട്ട് CMRL എന്ന കമ്പനി കൊടുത്തത്. ഏതാണ്ട് 40 കോടിയോളം രൂപ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും ഈ സ്മൂത്ത് ഫംഗ്ഷനിന് വേണ്ടിയിട്ട് CMRL എന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് 182 കോടിയുടെ കള്ളപ്പണം CMRL എന്ന കമ്പനി വെളുപ്പിച്ചു എന്നതിലാണ് EDയുടെ ഇപ്പോഴത്തെ ഈ അന്വേഷണം. എന്നാൽ ഈ കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നില്ല. ഈ വസ്തുതയെല്ലാം മറച്ചുവെച്ച് ശ്രീമതി വീണയിൽ മാത്രം ഈ വിഷയത്തെ, ഈ മൊത്തത്തിലുള്ള കേസിനെ തളച്ചിടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഈ വിഷയത്തിൽ വാരവിചാരത്തിന് പറയാനുള്ള മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു വിച്ച് കണ്ട് നടക്കുന്നുണ്ട്. സംഘി ഇൻഡസ്ട്രീസ് എന്നൊരു സ്ഥാപനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2023 ആ സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. റെയ്ഡിന് ശേഷം അതേ വർഷം തന്നെ അദാനി ഗ്രൂപ്പ് ആ സ്ഥാപനം വിലയ്ക്ക് വാങ്ങി. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് GVK എന്നൊരു കമ്പനിയുടെ കയ്യിലായിരുന്നു, GVK ഗ്രൂപ്പ്. അവിടെയും 2021 EDയെയും CBIയും ഉപയോഗിച്ചുള്ള വിച്ച് കണ്ട് കേന്ദ്ര സർക്കാർ നടത്തി. കേന്ദ്ര ഏജൻസികളുടെ ആ വിച്ച് കണ്ടിന് ശേഷം ചുളുവിലയ്ക്ക് മുംബൈ എയർപോർട്ടും അദാനി ഗ്രൂപ്പ് വാങ്ങി. തെളിച്ചു പറഞ്ഞാൽ GVKക്ക് അത് വിൽക്കുക എന്നല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ ഫോർമാറ്റ് തന്നെയാണ് തമിഴ്നാട്ടിലുള്ള കൃഷ്ണപുരം പോർട്ടിലും സംഭവിച്ചത്. കൃഷ്ണപുരം പോർട്ടിനെതിരെയും ആദ്യം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, റെയ്ഡ്, അതിനുശേഷം അദാനിയുടെ രംഗപ്രവേശം. ACC സിമൻസിലും നടത്തിയത് ഇതേ ഓപ്പറേഷനാണ്. ACC സിമൻസിൽ ആദ്യം റെയ്ഡും അന്വേഷണം നടത്തി, അതിനുശേഷം അദാനി വന്ന് വാങ്ങി. കഴിഞ്ഞില്ല. ഇന്ത്യയിൽ ഏതാണ്ട് നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന NDTVക്ക് സംഭവിച്ചതും എന്താണെന്ന് അറിയാമല്ലോ. ആദ്യം CBI കൊണ്ട് NDTVയിൽ റെയ്ഡും അന്വേഷണവും നടത്തിച്ചു. എന്നിട്ട് അദാനിയെ കൊണ്ട് ചുളുവിലയ്ക്ക് വാങ്ങിപ്പിച്ചു. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കമ്പനികൾക്കെതിരെയെല്ലാം കേന്ദ്ര ഏജൻസികളുടെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെ കാര്യമായ എന്തെങ്കിലും റെയ്ഡോ പിഴയോ അല്ലെങ്കിൽ കാര്യമായ കേസുകളോ മറ്റോ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന വാർത്തകൾ നിങ്ങൾ കേൾക്കാറുണ്ടോ? CMRLനെതിരെയുള്ള EDയുടെ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, അതിലെ വളരെ കാതലായ ഭാഗം ഇതാണ്. ഈ അന്വേഷണവും നേരത്തെ സൂചിപ്പിച്ച സംഭവങ്ങളെ പോലെ അദാനിക്ക് വേണ്ടിയുള്ള BJP സർക്കാരിന്റെ വിച്ഛേണ്ടാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഈ കേസും റെയ്ഡുമൊക്കെയായി വളരെ വൈകാതെ CMRL എന്ന കമ്പനി പൂർണ്ണമായും തന്നെ തകർന്നേക്കാം. അദാനി ഗ്രൂപ്പിനെ CMRL വളരെ ചുളുവിലയ്ക്ക് വാങ്ങാനും കിട്ടും. അതാണ് ഇതിന്റെ ലാർജർ ഗെയിം പ്ലാൻ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ബാക്കി ഇപ്പോൾ നടക്കുന്ന ഈ കേസിനെ സംബന്ധിച്ച, ED കേസിനെ സംബന്ധിച്ച എല്ലാ ബഹളങ്ങളും, എല്ലാ തരത്തിലുള്ള കോലാഹലങ്ങളെല്ലാം വെറും പുകമറ മാത്രമാണ്. ഞാനിപ്പോൾ പറഞ്ഞതൊന്നും, അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഈ കമ്പനികൾക്കെതിരെയുള്ള വിച്ചുകണ്ടിനെ പറ്റിയൊന്നും മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കൊന്നും അറിയാത്ത സംഭവങ്ങളൊന്നുമല്ല. ഈ വിഷയത്തിന്റെ ഈ ഒരു സൈഡ് മാത്രം മാധ്യമങ്ങൾ ബോധപൂർവം തന്നെ കൊടുക്കാത്തതാണ്. പ്രിയപ്പെട്ട അദാനിക്ക് വേണ്ടിയുള്ള മാധ്യമങ്ങളുടെ കവചം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിന്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് വെറും 10 ദിവസം മുൻപ് അദാനി കമ്പനിയുടെ പ്രതിനിധികളെ കാണാൻ വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മാംഗ്ലൂർ പോയ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ? ബിഗ് TV എന്ന ചാനൽ കൊടുത്തതൊഴിച്ചാൽ ആ വാർത്ത കേരളത്തിൽ കാര്യമായ വാർത്താ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ അത് വലിയ വാർത്തയാവാത്തതിന്റെയോ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദാനി ഗ്രൂപ്പിലെ ആളുകളെ കാണാൻ വേണ്ടി പോയ ശ്രീ VD സതീശൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയാണ്. എങ്ങനെ നോക്കിയാലും വാർത്തയ്ക്ക് സ്കോപ്പുള്ള അല്ലെങ്കിൽ നല്ല വാർത്താ മൂല്യമുള്ള സംഭവമല്ലേ? എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ശ്രീ VD സതീശനോട്, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, അങ്ങ് എന്തിനാണ് അദാനിയുമായി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പുമായി ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയതെന്നൊരു ചോദ്യം, ഇന്നൊരു കാലി ചോദ്യം
അതിനുശേഷം നടന്ന പത്രസമ്മേളനങ്ങളൊന്നും ചോദിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. താരതമ്യേന ചെറിയ സ്ഥാപനമായ CMRL മിണ്ടാതിരുന്ന് വാലാട്ടാൻ മാധ്യമങ്ങൾക്ക് 40 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ മുതലാളിയായ അദാനിയുടെ കയ്യിൽ നിന്ന് മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും എത്ര രൂപ വാങ്ങി നക്കിയിട്ടുണ്ടാവും?